ഹായ് ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കെട്ടിയവൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരന് കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെമുവിലാണ് ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ച് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അത് എടുക്കാൻ വേണ്ടി വെളിയിലോട്ട് പോവുകയാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഗൈസ് ഇത് കണ്ടില്ലേ, നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ വാങ്ങിയത് ഇക്കാക്ക് കൊടുക്കാൻ. അപ്പം നമുക്ക് നോക്കാം. ഇക്ക ഇപ്പോൾ വരും. അപ്പം ഞാൻ ഹാളിൽ തന്നെ ഇരിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു. ഇക്കാക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇക്ക പൊട്ടിക്കുന്ന വീഡിയോ എടുക്കാൻ പോവുകയാണ്. ഇക്ക ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോവാണ്. ജോഗിങ് ഷൂ. വായിക്കണ്ട, പൊട്ടിച്ചാ മതി. ഇങ്ങനെ വായിക്കുന്ന അത് പൊട്ടിക്ക്. എന്താ ചേരുവോന്നറിയില്ല, സൈസ് വലുതാന്ന് തോന്നുന്നു കണ്ടിട്ടല്ലേ. ആണോ? അതെനിക്ക് ഒരാൾ മാത്രം ബർത്ത്ഡേ ആഘോഷിച്ചാ മതിയോ? എനിക്കും വേണ്ടേ? അതെനിക്ക്. അപ്പൊ ഗൈസ് ഞാൻ വാങ്ങിയത് ഞങ്ങക്ക് ഇക്കയുടെ ബർത്ത്ഡേയുടെ അന്ന് എവിടെങ്കിലും പുറത്ത് പോകാൻ വേണ്ടി ഇടാൻ വേണ്ടിയാണ്. ഡ്രസ്സാണ്. ഓർഡർ ചെയ്തതാണ്. ഡ്യൂട്ടിയുടെ സമയത്ത് ഓർഡർ ചെയ്തതാണ്. ഇതിന്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട്, ബ്രൗൺ ഉണ്ട്. 2 ക്രോക്സ് ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് നല്ല അടിപൊളി ഗിഫ്റ്റ് പാക്കറ്റിലൊക്കെയാണ് വന്നത്. ഇതിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ട് ഗിഫ്റ്റ് ആയിട്ട് ബർത്ത്ഡേ തന്ന് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ്, ഞങ്ങളിത് 2 ക്രോക്സ് വാങ്ങി കേട്ടോ. അപ്പോൾ ഇത് രണ്ടും പാക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ കെട്ടിയവൻ അറിഞ്ഞിട്ടില്ല ഇത് വാങ്ങിയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാനിപ്പം ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. വീടും പോട്ടെ റൂമിലോട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളിത് പാക്കൊക്കെ ചെയ്ത് സെറ്റാക്കി ഗിഫ്റ്റ് പോലെ ആക്കിയിട്ട് കെട്ടിയവന് സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേയുടെ അന്ന് കൊടുക്കും. എന്തായിരിക്കും റിയാക്ഷൻ എന്നൊക്കെ അപ്പോൾ കാണാം. അപ്പോൾ ഇത് ഞങ്ങൾ ഇനിയിപ്പം അടിപൊളിയായിട്ട് പാക്ക് ചെയ്യാൻ പോവാണ്. ഈ പാക്കറ്റ് ഓൾറെഡി ഇതിൻ്റെ കൂടെ വന്നതാണ് കേട്ടോ. നല്ല പാക്കറ്റാണ്. അതുകൊണ്ട് ഇത് തന്നെ നമ്മൾ സെറ്റാക്കും. വേറെ കുറച്ച് നമ്മുടെ കയ്യിൽ ഡെക്കറേഷൻ പേപ്പർ കാര്യങ്ങളുണ്ട്. അത് വെച്ച് നമ്മൾ ഇതും സെറ്റാക്കും. ഇത് 2 ക്രോക്സ് ആണ് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല അല്ലേ. ഇത് ബ്രൗൺ കളറ്, അത് ഇതിൻ്റെ തന്നെ ക്രീം കളറ്. രണ്ടും നല്ല സൂപ്പർ ക്രോക്സ് ആണ് കേട്ടോ. ഇക്കാക്ക് ഈ ഗിഫ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇക്കാക്ക് മറ്റേ ആ ഡ്രസ്സും വാച്ചും ഷൂസും ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഇക്കയുടെ ബർത്ത്ഡേക്ക് അഡ്വാൻസ് ആയിട്ടുള്ള എൻ്റെ വക ഗിഫ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇക്ക ക്രോക്സ് ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. അപ്പോൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്നത് എപ്പോഴും ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ എൻ്റെ സർപ്രൈസുകളെല്ലാം പാളിപ്പോവാറാണ് ഗൈസ് പതിവ്. ഇതെന്തായിന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഗൈസ് കണ്ടില്ലേ, ഞങ്ങൾ 2 ക്രോക്സും പൊതിഞ്ഞ് സെറ്റാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ബർത്ത്ഡേയുടെ അന്ന് മാത്രമേ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ തന്നെയാണ് ഇത് വെച്ചേക്കുന്നത്. ഇക്ക കാണിക്കുന്നില്ല ഇക്കായെ. ഇതിനി അന്ന് ബർത്ത്ഡേയുടെ അന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ ഓക്കെ, നമ്മൾ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് കണ്ട മെയിൻ പൊതിഞ്ഞ ആൾ ടയേർഡായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൈസ് എൻ്റെ വേറെ കുറച്ച് ഓർഡർ, അതായത് എൻ്റെ പേഴ്സണൽ വേറെ കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിരുന്നതും ആ കൂട്ടത്തിൽ ഞാൻ ഇക്കാക്ക് വേണ്ടിയിട്ട് തണുപ്പൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ ഹൈലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇക്കാക്കൊരു ജാക്കറ്റും പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലത്തെ ഫോൺ കേസൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ ആ ഓർഡറും ഡെലിവറി ഇക്കയുടെ ബർത്ത്ഡേയുടെ തൊട്ട് മുമ്പത്തെ ദിവസം തന്നെ വന്നു. അപ്പോഴത്തേക്കിന് ഞാൻ കരുതി ഇതിനിപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് പാക്ക് ചെയ്ത് ഈ ജാക്കറ്റൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റൂല, അതിൽ ഭേദം ഇതങ്ങ് അല്ലാതെ കൊടുക്കാമെന്നും പറഞ്ഞ് ഇക്ക പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കിനും ഞാനതും ഇക്കക്ക് ഗിഫ്റ്റാന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഇക്കക്ക് പൂർണ്ണമായിട്ടും ഉറപ്പായി ബർത്ത്ഡേയുടെ അന്ന് ഞാൻ ഇനി ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. കാര്യം ഇപ്പോൾ
അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊടുത്തല്ലോ, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആയി. കാര്യം സാധാരണ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മി വാങ്ങിക്കൊടുക്കുന്ന സാധനം തന്നെ ഞാൻ ഗിഫ്റ്റ് എന്നുള്ള പേര് പറഞ്ഞു കൊടുത്തപ്പോൾ പുള്ളി കരുതി ബർത്ത്ഡേക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊടുത്തതായിരിക്കും കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. അല്ല 10 പൊക്കോണം. ആദ്യം കൊള്ളാവോ നോക്ക്. ഇതുണ്ട്, എന്ത് നല്ല ക്വാളിറ്റി ഉണ്ട്. ചാത്തൻ ഉപ്പ് ഓൾഡ് കവർ ഇതായിരുന്നു ഗൈസ്. ഇതാണ് എന്റെ പഴയ കവർ. ഇത് പക്ഷെ നല്ല ക്വാളിറ്റിയാ. ഇതിപ്പോഴും ഒരു കുഴപ്പമില്ല. ജസ്റ്റ് കളറിന് വ്യത്യാസം, ഒരുമാതിരി ഒരു യെല്ലോയിഷ് പോലെ ഷെയ്ഡ് വന്നു. നാട്ടിലെ 2000 രൂപയുടെ സാധനം അത്. അതെ, ഇതിന് നല്ല വിലയുള്ളതാണ്. അതുമല്ല ഈ സാധനം എടുക്കണ്ടേക്കാ കാറിലെ. അതായിരുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇത് കണ്ടില്ലേ, നല്ല ക്വാളിറ്റിയാ, നല്ല അടിപൊളി. ഇത് ഇപ്പൊ നമ്മൾ വാങ്ങിയത് കാണിച്ചേ. ഇപ്പൊ നമ്മൾ വാങ്ങിയത് സാധാ കവറാണ് കേട്ടോ. അതെ, ഇതാണ്. ഇതാ ഞാൻ ഉദ്ദേശിച്ചതാണ്. ഏത്? ഇങ്ങനത്തെ ടൈപ്പ്. ഈ കവറാണൊക്കെ അത് ഇഷ്ടം. ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ഇക്കയുടെ ബർത്ത്ഡേക്കുള്ള കേക്ക് വാങ്ങാൻ ലുലു മാളിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ എവിടെ പോവാണിക്ക? നമ്മളെ ലുലുവിൽ. എന്തിനാ പറ? നമ്മൾ ലുലുവിൽ പോവുകയാണ്. എന്തിനാണ് പോകുന്നത്? അവിടെ പോയി കറങ്ങാൻ. സത്യം പറ. കേക്ക് വാങ്ങാൻ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ സെലക്ട് ചെയ്ത കേക്ക്. ഇത് ചോക്ലേറ്റ് ആണ് മെയിൻ കണ്ടന്റ്. അപ്പോൾ അതിൽ എഴുതാൻ വേണ്ടി ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഹബ്ബി എന്നാണ് എഴുതിപ്പിച്ചത്. അങ്ങനെ ആ പുള്ളിക്കാരൻ നല്ല വൃത്തിയായിട്ട് എഴുതി തന്നു കേട്ടോ. ഈ പുള്ളിക്കാരൻ തന്നെയാണ് നമ്മുടെ പാത്തൂസിൻ്റെ 2 ബർത്ത്ഡേക്കും ഇത് എഴുതി തന്നത് ഇതുപോലെ. അങ്ങനെ ഞാൻ താങ്ക്സ് ഒക്കെ പറഞ്ഞ് കേക്കൊക്കെ വാങ്ങി. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളതേ ട്വിൻസ് ആയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഒരുപോലെയൊക്കെ ഇട്ട് കണ്ടില്ലേ. എൻ്റെ ഡ്രസ്സും അത് തന്നെയാണ്, സെയിമാണ്. ഡ്രസ്സ്, ഷൂസ്, വാച്ച് എല്ലാം സെയിം ആണ് കേട്ടോ. ഷൂസ് കണ്ടോ? ഷൂസ് കാണിക്കേ. ഷൂസ് ട്വിൻസ് ആണ് ഞങ്ങൾ. അപ്പോൾ ജീൻസ്, ഡ്രസ്സ്, വാച്ച് കാണിക്കേ. അപ്പോൾ അതേ നമ്മൾ ഇറങ്ങി ഗൈസ്. അതേ നമ്മൾ കേക്കൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ കയ്യിൽ പാക്ക് എടുത്തിട്ടുണ്ട്. മുടിയൊന്നും കെട്ടിയിട്ടില്ല ഗൈസ്. എല്ലാം ഇനി മെർലിൻ ചേച്ചിയുടെ റൂമിലോട്ട് പോവാണ്. അവിടെ പോയി വേണം സെറ്റ് ആവാൻ. ഗൈസ് കണ്ടില്ലേ, ഇനി ഒരുക്കിയതൊക്കെ മെർലിൻ ചേച്ചിയാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ് ക്യാമറയ്ക്ക് മുമ്പിൽ വരാതെ. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി റെഡിയായി. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഗിഫ്റ്റ് ഉണ്ട്, കണ്ടില്ലേ, ക്രോക്സ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ കെട്ടിയത് ഇതുവരെ കണ്ടിട്ടില്ല.
നമ്മളപ്പോൾ ഇക്കയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ കണ്ടുപിടിച്ച സ്പോട്ടാണ് സക്കുറ കഫേ. ഇത് ഹൈലിലാണ് കേട്ടോ. എന്തായാലും കഫേ അടിപൊളിയായിരുന്നു. അതിനകത്ത് മൊത്തം ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. ഫ്ലവേഴ്സ് കൊണ്ട് തട്ടിയും മുട്ടിയും നിൽക്കാൻ വയ്യ. അതുപോലെ ഒരു പൂന്തോട്ടത്തിൽ ചെന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ചെന്ന ടൈം ഭാഗ്യത്തിന് അവിടെ അധികം ആൾക്കാരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവസിയും നല്ലപോലെ ഫ്രീഡവും കിട്ടി. നല്ല രസമായിരുന്നു കേട്ടോ. നല്ലപോലെ എൻജോയ് ചെയ്തു അതിൻ്റെ അകത്തുള്ള ഞങ്ങളുടെ ആ ഒരു ടൈം മൊത്തം. അപ്പോൾ നമ്മുടെ ഓർഡർ വരുമ്പോഴത്തേക്കിനും ഈ സാധനം ഇത് ടൈം കാണിക്കുന്നുണ്ടോ? അപ്പോൾ 5 മിനിറ്റ് ആയി അല്ലേ? മിനിറ്റ്സ് ആണോ ഇത്? അപ്പോൾ ഇത് നമ്മുടെ ഓർഡർ ആകുമ്പോഴത്തേനും വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പോയി എടുക്കണം. അപ്പോൾ പിന്നെ അപ്പോൾ ഗൈസ് ഇതിപ്പോൾ അവർ നമുക്ക് തന്നാണ്. ഈ സാധനം വൈബ്രേറ്റ് ചെയ്യും കേട്ടോ നമ്മൾ ഓർഡർ റെഡി ആകുമ്പോൾ. അപ്പോൾ നമ്മൾ അത് പോയി എടുക്കണം. അപ്പോൾ താഴെയാണ് നമ്മൾ ഓർഡർ കൊടുത്തേക്കുന്നത്. അവിടെ റിസപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ മേളിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഗൈസ് കണ്ടില്ലേ ഗൈസ് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം അതും കൊണ്ട് സാധനം എടുക്കാൻ പോകണം. അത് കണ്ടോ ചേച്ചി അടിക്കും. ഇവിടെ ഒരാൾ ലൈബ്രറി വായിക്കാൻ പുസ്തകം വായിക്കാൻ വന്നാലും ഇവിടെ അറബിക്കാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് മൊത്തം ഖുർആനല്ല, സംതിങ് ഡിഫറെൻറ്റ് അറബിക് ടെക്സ്റ്റുകളാണ്, പുസ്തകങ്ങളാണ്. അറബിക് ലാംഗ്വേജിലുള്ള ഒരു ലൈബ്രറിയാണ് ഇവിടെ സത്യം പറഞ്ഞാൽ സെറ്റ് ചെയ്തേക്കുന്നുണ്ടില്ലേ. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പിന്നെന്താ അവിടെയൊക്കെ ആൾക്കാർ നിസ്കരിക്കുകയൊക്കെയാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ കേക്കൊക്കെ സെറ്റാക്കിയിട്ടാണ് ഓൾറെഡി ഇവിടെ വന്നേക്കുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട് നല്ല ഫ്ലവർ. അയ്യോ ഇതിനകത്ത് ഒരെണ്ണത്തിലെ ലവ് ഇവിടെ പോയി. നശിപ്പിച്ചല്ലോ ഇക്കൊക്കെ ഒലിക്കിയതാ ഗായ്സ്. 3 ലവ് ഉണ്ടായിരുന്നു. ഒരു ലവ് താണ്ട് ഇവിടെ അസ്ഥികൂടം പോലെ ആക്കി വെച്ചേക്കുന്നു. ഒരാൾ താഴേന്ന് കുലുങ്ങി ഇവിടെ എത്തിയപ്പോഴത്തേനും ഇങ്ങനെയായി. സെറ്റാണോ? അപ്പൊ ഗൈസ് 28ാമത്തെ ബർത്ത്ഡേ ആണ്. എൻ്റെ അല്ല, കെട്ടിയവൻ്റെ. അപ്പോൾ നമുക്കിത് വെക്കാം. ഇങ്ങനെ വെക്കണോ? സെറ്റാണോ? വായിക്കാൻ പറ്റുമോ? എനിക്ക് അവിടുത്തെ വ്യൂ അറിയില്ല. ഇവിടെ ഓക്കെ ആയിട്ടെന്ന് തോന്നുന്നു. ഓക്കെ കത്തിയട്ടെ. പെട്ടെന്ന് തളിച്ചിട്ടെടുക്കാം. പാട്ട് വെക്കണം. ഞാൻ കാണിക്കണം. ഗസ് ചെയ്യാവോ ഇതിനകത്ത് എന്താണ് ഗിഫ്റ്റ്? Can you guess? അല്ലെങ്കിൽ ഷർട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പാൻറ്റോ, അല്ലെങ്കിൽ വാച്ചൊക്കെ തന്നല്ലോ. കണ്ണാടിയോ? പേഴ്സ്. എന്താ കഴിഞ്ഞോ ഗസ്സിങ്? ക്യാപ്പ്.
പിന്നെ വേറെ ഒന്നുമില്ല. അതൊക്കെ ഞാൻ വേറെ ഇടാൻ ഇതിലേലും ഒന്നായിരിക്കും. ഇതൊന്നും അല്ലെങ്കിലോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ഗിഫ്റ്റ് ഇങ്ങനെ തരുന്ന വല്ല പൂവിന്റെ അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന ലൈറ്റ് കത്തുന്ന കാറ് അതുപോലത്തെ ആയിരിക്കും. എന്തായാലും അൺബോക്സിങ് ചെയ്യാം നമുക്ക്. ഇതാണ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. കൊടുക്കുന്നതിന് താങ്ക് യു. പൊട്ടിച്ചോ. ഇങ്ങോട്ടുള്ള ടേസ്റ്റ് ചെയ്ത് ചെയ്യണേ. ഞാൻ പറഞ്ഞില്ലേ ഒറിജിനൽ ക്രോക്സ് ആണ്. പറഞ്ഞു. ആ വേണമെങ്കിൽ വിശ്വസിക്കണ്ട. ഓപ്പൺ ചെയ്യും. ഇട്ടോ ഒക്കെ ചേരുമോ എന്നാല് വിന്റർ കുഷിയൻ. കെയറിങ് കൂടുതലുള്ള ഭാര്യ. അത് കളഞ്ഞില്ല. അതൊന്നും അതൊന്നും നോക്കണ്ട. ഒറിജിനൽ പച്ചയുണ്ട്. പച്ച അത് കളഞ്ഞല്ലേ. എന്ത് വലിയ കൂടുതൽ അത് അവള് പൊളിച്ചു. അതിനോട് എഴുതിയിട്ടുണ്ട്. അത് ഷൂ ഊരിട്ടിട്ടും ഏതെന്ന് പറഞ്ഞാൽ സൈസ് എനിക്ക് പേടി. കറക്റ്റ് തളരുമെന്ന് ഇപ്പൊ അറിയാം. കറക്റ്റ് ആണൊക്കെ. ഓ കറക്റ്റ് ആണോ? ബാഗ് ടൈറ്റ് ഒന്നും ഇല്ലല്ലോ. കറക്റ്റ്. നല്ല സുഖമായിടാൻ. എന്താ ഇയാൾക്കല്ലേ കാലിന് പ്രൊട്ടക്ഷൻ ഇല്ല എന്നൊക്കെ കംപ്ലൈൻസ്. ഞാൻ പറഞ്ഞില്ലേ ഇല്ലില്ല ഷൂ പറഞ്ഞില്ലല്ലോ. ഇല്ല പറഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു. ഓൾറെഡി കിട്ടിയില്ല. അതുകൊണ്ടായിരിക്കും. ഷർട്ട് അത് ഇതൊക്കെ പറഞ്ഞു. എങ്കിലും ക്രോക്സ് പ്രതീക്ഷിച്ചു. നെക്സ്റ്റ് ഗിഫ്റ്റ്. ഇനി അടുത്ത ഗിഫ്റ്റ് ഇപ്പൊ തളരും. ഉറപ്പായിട്ടും. ഹാപ്പി ബർത്ത്ഡേ അഗൈൻ. താങ്ക് യുവിന്റെ സൗണ്ട് കൂടി. പ്രതീക്ഷകളാ. അത് കാണുമ്പോ സുഖം. അതും ക്രോക്സ് ഇത് നിനക്കായിരിക്കും. അല്ല അത് രണ്ട് കളർ വാങ്ങിച്ചപ്പോ വീട്ടിലാണ് ആ കിട്ടും. ഇപ്പൊ അങ്ങോട്ട് ചെല്ല്. അളവാണ് എല്ലാം സെയിം. ഇതിനാണോ ചോദിച്ചപ്പോ ചേച്ചിയോട്. ആ ചേച്ചിക്ക് ഇത്രനാട് ഒരു എനിക്കുണ്ട്. ഞങ്ങൾ വാങ്ങിച്ചു. പറയാൻ പറ്റാത്തോണ്ട് ഞങ്ങൾ പറഞ്ഞില്ല. അതെ ഞങ്ങള് സർപ്രൈസ് ആയിരുന്നു ചേച്ചിയോട് പറയാന്. സെയിമല്ലേ സെയിമാ. ഇത് ആകുമ്പോ എവിടെ ഇടാം? ഇത് മാത്രം നോക്കിയാ പോരെ ക്രോക്സ് ആണോ. ഇത് കാണുമ്പോ തന്നെ എനിക്കൊക്കെ ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാവുന്നില്ലേ. രണ്ട് കാര്യം കൂടെ ഇട്ടേ. രണ്ടും കൂടെ എനിക്കെന്ത് ചിരിക്കുന്ന കളിയാക്കുവാണ്. ഞാനെന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ ക്രോക്സ് വേണ്ട ഇക്കൊക്കെ ഇഷ്ടല്ലേ. രണ്ടും കൂടി ഇട്ടാണ് നടക്കും. ഇട്ട് നോക്കാനാണ്. അതിന് നടക്കുമ്പോ അതിന്റെ ആ ഒരു സുഖമൊക്കെ അറിയത്തുള്ളൂ. രസമുണ്ടോ. ഇതിപ്പോ ഞാനേ ഷൂക്കട പോയാണ്. 3 ഷൂസ് എന്റെ ഗിഫ്റ്റ് ആണ് ഗൈസ്. അതും ഇതും അതും. നീ എന്താ നീ ഷോറൂം തുടങ്ങണമെന്ന്. ഷൂവിന്റെ പോകുമ്പോ ഇതിട്ട കുഴപ്പമില്ല. ഇത് കൊള്ളാം. അല്ലേ നല്ല സുഖം. അങ്ങോട്ട് ഇച്ചിരി നടന്നിട്ട് വാ. അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം ഫിനിഷ് ചെയ്ത് ഞങ്ങൾ നേരെ പാർക്കിൽ പോയി. പക്ഷേ പാർക്കിലെ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാര്യം നിങ്ങൾ മടുക്കും. ഇപ്പോൾ തന്നെ 19 minutes ആയി ഈ വീഡിയോ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ആൻഡ് ഓൾസോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗായ്സ്. ബൈ ബൈ.